കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ മതേതര ആശയ സംഹിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ നിലവിലിരിക്കുന്ന പ്രത്യയശാസ്ത്രം, അതായത് BJP മുന്നോട്ട് വയ്ക്കുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്ന ആർക്കും തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. BJP നന്നാക്കൽ എന്റെ ചുമതലയൊന്നുമല്ല. BJP നന്നാവാനും പോകുന്നില്ല. ഒരു ചോറിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള നന്നാവാത്തൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കെങ്കിലും വിട്ടുപോരണമെങ്കിൽ എന്റെ പഴയകാല സുഹൃത്തുക്കൾ വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലപാട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ആ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ നിലപാട് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. മീഡിയയിലും ചാനലിലും മുഖം കാണിച്ചു മാത്രം ഞാൻ ഈ വലിയ സംഭവമാണ് എന്ന് എന്ന ആ ഒരു സ്വയം പ്രഖ്യാപനമായിട്ട് നടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞല്ലോ, BJP വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ആദർശം അങ്ങ് ആകാശം മുട്ടിയപ്പോൾ ഇത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ കിടന്ന് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി അദ്ദേഹം സഹിക്കാൻ വയ്യാതെ പുറത്തു ചാടി എന്നാണല്ലോ അദ്ദേഹം ഈ പറയുന്നത്. അപ്പൊ ഈ 8-10 വർഷം അദ്ദേഹം ഈ കേരളത്തിനോടും ഈ മാധ്യമങ്ങളോടും മുഴുവനും പച്ചക്കള്ളമായിരുന്നോ ഈ നവംബർ 12-ാം തീയതി വരെ പറഞ്ഞിരുന്നത് താൻ കാണിച്ചത് ഏറ്റവും വലിയ കാപട്യമായിരുന്നു, താൻ കാണിച്ചത് കള്ളത്തരമായിരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പാലക്കാട്ടെ കൺവെൻഷനിൽ ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും BJP ദേശീയ പാർട്ടിയും RSS ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയും ഒക്കെ ആകുമായിരുന്നു. അദ്ദേഹം കുറെ കാലം പാലക്കാട് സീറ്റിന് വേണ്ടി ഡൽഹിയിലൊക്കെ പോയി കുറെ ലോബിയിങ് നടത്തിയത് പലർക്കും അറിയാം. അത് വിജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും BJP-യിൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം BJP-യെ ഇങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇതേപോലെ ചാനൽ ചർച്ചകളിൽ സജീവമായി തന്നെ നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?